ഇന്ന് നമ്മളൊരു 50ഓളം തണ്ണിമത്തങ്ങ വാങ്ങിച്ച് കട്ട് ചെയ്ത് ജ്യൂസ് അടിച്ച് നല്ല ഫ്രഷ് ആയിട്ട് കുടിക്കും. ചൂട് കാലത്ത് തണ്ണിമത്തങ്ങ അത് നിർബന്ധം. അത്ര നിർബന്ധം അങ്ങനെ ആരും കുടിക്കണം. തണുത്തോളം കുടിച്ചാലും മതി. തണ്ണിമത്തം കുടിച്ചാൽ ഇവിടെ ചൂടാലത് തണ്ണിമത്തം തന്നെ കുടിക്കണം. അപ്പഴേ ഒരു സുഖം ഇടത്തുള്ളൂ. അനന്തച്ചാൽ താല്പര്യമില്ല, അനന്തച്ചാൽ പൊക്കോളൂ. കാരണം എന്താ അറിയോ, അനന്തച്ചാന്റെ എക്സിന്റെ കല്യാണമാണ്. നേരത്തെ പോളം പറഞ്ഞ് കാത്തിരിക്കുന്നു. പപ്പ വിളിച്ചേടാ. അനന്തച്ചാൽ കുഴപ്പമില്ല, അനന്തച്ചാൽ എന്നാലും പോയി സദ്യ കൂട്ടിട്ട് വരട്ടില്ലേ. ഇനിയിപ്പൊ അതല്ലേ പറ്റൂ. സാധാരണ എല്ലാരും നമ്മള് എക്സിന്റെ കല്യാണത്തിന് പോകുമ്പോ താടി കൊളത്തി അർജുൻ റെഡിയാ പോലെ എടാ ഇത് ചുമ്മാ പറയുന്ന അങ്ങനെ ഒന്നുമില്ല. എന്റെ ഒരു ഫ്രണ്ട് അത്ര തന്നെ. ഞങ്ങൾ വിശ്വസിച്ചു. കരയാതെ പോട്ട്. മൂക്ക് നടക്കേടി വേറെ ചൂടടിക്കുന്ന മൂക്ക് നടച്ചാൽ കരയാതെ. അപ്പൊ നിങ്ങൾ പോയി സാധനം എല്ലാം റെഡിയാക്കിട്ടോ പണിയെടു. ഞങ്ങൾ പോയി റെഡി ആവട്ടെ പോ. അപ്പൊ നിങ്ങൾ റെഡി ആവുന്നതിന് മുന്നേ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണിത്. ബയോഡെർമയുടെ സെബം ജെൽ മുസന്റ് ആന്റി ആക്നെ ക്ലീൻസർ ആണിത്. അപ്പൊ ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ഫ്രാൻസിലാണ്. ഇതിൽ സിങ്ക് സൾഫേറ്റിന്റെയും കോപ്പർ സൾഫേറ്റിന്റെയും കണ്ടന്റ് ഉണ്ട്. നമ്മുടെ ഫേസിലെ ഡൾനെസ് ഒക്കെ മാറ്റി തരും. ഇതിന് 3 മെയിൻ ബെനിഫിറ്റ്സ് ആണുള്ളത്. ഇത് 83% സെബം സെക്രീഷൻസ് മാറ്റി തരും. ഇത് 88% ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യുന്നവർക്ക് ഇറിറ്റേഷനോ ടൈറ്റ്നെസ്സോ തോന്നത്തില്ല. ഇത് അലർജിയോ സൈഡ് എഫക്ട്സോ ഇല്ലാതെ 100% പ്യുവർ സ്കിന്ന് തരും. ഇത് ആക്നെ പ്രോണിനും ഓയിലി സ്കിന്നിനും കോമ്പിനേഷൻ സ്കിന്നിനും സൂട്ടബിൾ ആണ്. ഇതിന് 45 ml വേറെ 395 രൂപ മാത്രം. അതിനുശേഷം ഞങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ബയോഡെർമയുടെ സെബീം ഹൈഡ്ര. ഇതൊരു ആന്റി ആക്നെ മോയ്സ്ചറൈസർ ആണ്. ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ഫ്രാൻസിലാണ്. ബയോഡെർമയുടെ ഈ ജെൽ ക്ലെൻസർ ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടത്. ഇത് 24 hours ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് ഗ്ലിസറിൻ, സെറാമൈഡ്, എനോക്സലോൺ, അലാൻഡോയിനും ഇൻഗ്രീഡിയൻസ് ആയിട്ടുണ്ട്. ഇതിലെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ 24 മണിക്കൂർ ഹൈഡ്രേഷൻ ഉണ്ട്. ടൈറ്റ്നസിന്റെ സെൻസേഷൻ ലിമിറ്റഡ് ആയിരിക്കും. റെഡ്നെസ് മാറ്റി സ്കിന്നിനെ കൂളാക്കും. ഈ മോയ്സ്ചറൈസർ മേക്കപ്പ് ബേസ് ആയിട്ട് ഉപയോഗിക്കാം. ഇതും ആക്നെ പ്രോണിനും ഓയിലി സ്കിന്നും കോമ്പിനേഷൻ സ്കിന്നിനും സൂട്ടബിൾ ആണ്. ഇത് ഡെർമറ്റോളജിസ്റ്റും വേൾഡ് വൈഡ് സെലിബ്രിറ്റീസും റെക്കമെൻഡഡ് ആണ്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പൊ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. എല്ലാവരും മേടിക്കുക. അപ്പൊ ഞങ്ങൾ റെഡി ആയിട്ട് വരാം. അങ്ങനെ എക്സിന്റെ കല്യാണത്തിൽ 1 മണിക്കൂർ ഇപ്പൊ 12:30 കഴിഞ്ഞു. 1:30 ഇവിടെ എത്തിക്കോ. മിണ്ടായിക്കണം. ഫ്രണ്ട് സീറ്റിൽ പോയിരുന്ന കരയേണ്ട ആളാണ്. ഇതൊക്കെ ചുമ്മാണ് കണ്ടന്റിന് വേണ്ടിയാണ് പറയുന്നത്. അങ്ങനെ ഒന്നും അപ്പൊ ഞാൻ പോയിട്ട് വരുന്നതിന് മുമ്പ് തണ്ണിമത്തങ്ങ കുറച്ച് എനിക്ക് വെച്ചില്ല. 12 മണിക്ക് അനന്തത്തെ കഴിക്കാൻ വേണ്ടി തിരിച്ചു പെട്ടെന്ന് അന്നാണല്ലേ തിരിച്ചാറ്റൂല. വരുമ്പോ അവളെയും കൂടി കൊണ്ടുവരണേ. ഞങ്ങൾ ഇത്രയും തണ്ണിമത്തനുണ്ട്, ഞങ്ങളും ഉണ്ട്. ജ്യൂസ് ആണോ സർബത്താണോ എന്ന് കറക്റ്റ് ഞങ്ങൾക്ക് അറിയത്തില്ല. പാല്, പഞ്ചസാര, ഐസ്, കുറെ സാധനങ്ങളൊക്കെ ഇട്ട് ഒരു സാധനം ഉണ്ടാക്കും. അപ്പൊ എന്തോന്ന് പറയാ അതിന്? അതൊക്കെ അത് സർപ്രൈസ് ആണ്. അപ്പൊ ഞങ്ങൾ എല്ലാം സെറ്റ് ആക്കി ഇവിടെ ഇരുന്നപ്പോ എന്തൊരു ഒരു സാധനം വരുന്നു. ഒരു സാധനം വെയിലടിക്കണം പറഞ്ഞിട്ട് ഞങ്ങൾ വെള്ളം അടിച്ചിട്ടപ്പോ മഴയായി. ഞങ്ങൾ എന്നാലും മഴയത്തിരുന്ന് ചാലഞ്ച് തീർത്തിട്ടേ ജ്യൂസ് കുടിച്ചിട്ടേ അവിടെ നിന്ന് പോകുള്ളൂ. വാവ പോണ്. വാവ എവിടെ ശരിയാവത്തില്ല. അടിച്ചു പൊട്ടിക്കും. അത് അബിന് പറഞ്ഞ പോലെ ആദ്യം അബിൻ ചെയ്യും. 1 2 3 സ്റ്റാർട്ട്. இந்த மாதிரி நேரத்துல வீரங்கள் அடிக்கடி சொல்ற வார்த்தை என்ன தெரியுமா? അല്ല നമ്മൾ ചെയ്യണോ വേണ്ടെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഗായ്സ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ തണ്ണിമത്തങ്ങ എടുത്തിട്ട് നടുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഇത് ഞാൻ ടോസ് ഇട്ടാണ് എടുക്കാൻ. അബി കളക്കളിയില്ല കേട്ടോ ഇതില്. ഇല്ല റെഡി 1 2 3 സ്റ്റാർട്ട്. 1 2 3 2 ബാഹുബലി കട്ടപ്പയെ കൊന്ന കട്ടപ്പ ബാഹുബലിയെ കൊന്ന കത്തിയാണ്. ഗൈസ് ഡോണ്ട് ട്രൈ അറ്റ് ഹോം. മനസ്സിലാവുന്നില്ല. എനിക്ക് സ്ഥലവും ഇല്ല വെട്ടായി. ഇനി നമുക്ക് തുടങ്ങാം. വിജയ് ഇല്ല. എനിക്ക് തണ്ണിമത്തനുമില്ലായിരുന്നു, സ്ഥലമില്ല. ഗൈസ് വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുന്ന കണ്ടില്ലേ? വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കണ കിടപ്പ് കണ്ടപ്പാ. എന്തായാലും മഴ പെയ്ത് തുടങ്ങി. ഇനി നല്ല മഴയാണ്. കാണുമ്പോ അറിയാം ഗൈസ് ആര് ജയിച്ചെന്ന്. ആരെയാണ് ജയിച്ചത്? മഴ
തേടി പിടിച്ച് കൊട അടിച്ചോണ്ട് മഴയും പോയി. ഞാൻ പറഞ്ഞ ഇവൻ തോറ്റ ആനി ചേച്ചി പെർഫെക്ഷൻ അറ്റ് ഇറ്റ്സ് പീക്ക്. ഒരു മിനി ഫിറോസിക്ക ആവാൻ നോക്കിയാ. മിനി ഫിറോസിക്ക ഫിറോസിക്ക ഇടപാട് ഞങ്ങളുടെ ഫിറോസിക്കാനെ മാറ്റാൻ ആർക്കും പറ്റത്തില്ല. അത് തിന്നണ്ട തിന്നണ്ട ഫിറോസിക്ക തിന്നണ പോലെ നീ തിന്നണ്ട. അല്ല പഴുത്തിരിക്കുന്നോണ്ട് പെട്ടെന്ന് വരുന്ന തണ്ണിമത്തങ്ങ എടുക്കാൻ നല്ല സുഖമാണ്. ബാക്കി എളുപ്പമായിട്ട് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാൻ ഭയങ്കര പാട്. അത് ഈ ചൂട് സമയത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അല്ലേ മാവേ? ചൂട് സമയത്ത് കഴിക്കാൻ തണ്ണിമത്തങ്ങ ബെസ്റ്റ് അല്ലേ? അതേ തണ്ണിമത്തങ്ങ, അതിന്റെ പേരാണ് തണ്ണിമത്തങ്ങ. ഞാൻ പണ്ടേ വിചാരിച്ചിട്ടാണ് ഒരു തണ്ണിമത്തങ്ങ കട്ട് ചെയ്തിട്ട് സ്പ്രൈറ്റ് പണ്ടേ വിചാരിച്ച തണ്ണിമത്തം കടയിടണമെന്ന്. നിങ്ങൾ അവസാനം കിട്ടണ സാധനം തിന്ന് പാതി കുറവാണെന്ന് വിചാരിച്ചാൽ മതി. പാതിയും ദൈവം ഇവിടെ മുണുങ്ങളുണ്ട്. അവ കട്ട് ചെയ്യുന്ന രാവിലെ കഴിച്ചത് കള്ള അനന്ത ചാച്ചൻ ജോലി ചെയ്യാൻ മടിച്ചിട്ട് എക്സിന്റെ കല്യാണത്തിന് പോയിരിക്കുന്നു. ബാക്കി വരുന്നതിൽ നമുക്ക് കുറച്ച് മൊജിറ്റോ ഉണ്ടാക്കാം. പറഞ്ഞ സാധനം നീ ഉണ്ടാക്കി. അത് കുടിച്ച് സൂപ്പ് അയച്ചു. കുടിച്ച് സൂപ്പ് അയച്ചെന്ന് പറഞ്ഞിട്ട് വന്നോടിയാവേ. ഒരിക്കൽ പറഞ്ഞത് ക്ലിയർ ആയില്ല. ക്ലിയർ ആവാത്തോടെ ഞങ്ങൾ ഒന്നുകൂടെ പറയാം. അതിന്റെ വഴി തിരിച്ച് മറുപടി പറഞ്ഞാണ് ചെറുക്ക വശലായി. ഇത് ചെയ്യാൻ എളുപ്പമായതുകൊണ്ട് ചെയ്തിട്ടിരിക്കാൻ വേറെ വല്ല ഫ്രൂട്ട്സ് വാങ്ങിക്കുക അടപ്പള വേദന. നമുക്ക് മടുക്കാൻ ചിലപ്പോ ചാൻസ് ഉണ്ട്. ഇത് കുഴപ്പമില്ല. അല്ല ആൾക്ക് ഇങ്ങനെ കുക്ക് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആർക്ക്? എനിക്ക്. അപ്പൊ നമ്മൾ ഏകദേശം ആയിട്ടില്ല. നമ്മൾ ഒട്ടും ആയിട്ടില്ല. ഇനി വേണം എല്ലാം എടുക്കാൻ. പക്ഷെ ഇത്രയാണ് പ്രതീക്ഷിച്ചത്. എല്ലാരും ഒരുമിച്ച് നിന്നാ എന്തായാലും പെട്ടെന്ന് തീർക്കാം. സമയത്തില്ല. അനന്തച്ച അവിടെ എക്സിന്റെ കല്യാണത്തിൽ ബിരിയാണി വെട്ടി തിന്നുകൊണ്ടിരിക്കണായിരിക്കും. ആ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ് ഒന്നും അല്ല, ചുമ്മാ പറഞ്ഞാണ്. നിങ്ങൾ ഇനി അതും തരക്ക് പോണ്ട. ഇവ കളിയാക്കാൻ വേണ്ടി പലതും പറയും. അനന്തച്ചാൻ ഇതൊന്നും സീനില്ല. എത്ര കളിയാക്കിയാലും ഈ തണ്ണിമത്തന്റെ അകത്ത് വെറും കുരുവേ ഉള്ളൂ. കുരു മാത്രം. കാരണം അവന്റെ അച്ഛന് കുരു ഉള്ളതുകൊണ്ട്. ഇതെന്തായാലും ഒരു പകുതി ആയെന്നാണ് ഒരു വിശ്വാസം. ആയിക്കാണ്. എത്ര സമയം എടുത്തു. ഞങ്ങൾ വിചാരിച്ചില്ല ഇതെല്ലാം കിട്ടുമെന്ന്. ഇനി ഇതെല്ലാം നുറുക്കി സാധനങ്ങളൊക്കെ കുഞ്ഞാക്കണം. സെറ്റാക്കിയതിനു ശേഷം വേണം കുടിക്കാൻ. അതിന് ഇനിയും വേണം ഇതെടുത്ത അത്രയും സമയം. കുഴപ്പമില്ല. അഭിന് ആദ്യം ആഗ്രഹം ഇതെങ്കിലും ഇത്ര പണിയെടുത്തിട്ട് ഇതെങ്കിലും ചെയ്യട്ടാണ്. നമുക്ക് ചെയ്യാം. ഇതും ഓൾമോസ്റ്റ് നല്ല ചെറുതാക്കിയിട്ടുണ്ട്. ഇനി പാലൊഴിക്കണം, ഇനി ഐസ് ഇടണം. ഐസ്, പഞ്ചസാര. ഇതിനു വേണ്ടി വലിയ കാർബോഹൈഡ്രേറ്റിൽ ഐസ് ഒക്കെ മേടിച്ചിട്ട് വന്നു. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധം ഞങ്ങൾ ഇതിനെ കുട്ടി കുട്ടി ആക്കിയിട്ടുണ്ട്. അമരേന്ദ്ര ബാഹുബലിയ ഞാൻ ശിവഗാമി ദേവി സാക്ഷിയ തോർ. ചുമ്മാ അല്ല, ടൈറ്റാനിക് കപ്പൽ മുങ്ങിയത്. അഭി വടീൻ പെട്ടെന്ന് ഒഴിക്കാൻ കൊതിയാവുന്നു. കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെയൊക്കെ ഒഴിക്കാനും നല്ല രസമുണ്ട്, കുടിക്കാൻ നല്ല രസം ഉണ്ടാവും. ഇനി എല്ലാം കഴിഞ്ഞിട്ട് അറിയാം. കുടിക്കാൻ അതിനാണ് നമ്മൾ രസം വരുത്താനാണ് ഇത്ര നല്ല സാധനങ്ങളൊക്കെ ഇട്ടുണ്ടാക്കുന്നത്. ഇങ്ങനെ അടിയിൽ നമ്മൾ ഈ സാധനം വെച്ച് നമുക്ക് കലക്കാം. ഇത്ര ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നല്ലേ? ആനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ബിരിയാണി ചെമ്പിട്ട് ഇളക്കണ പോലെ അല്ല. നമ്മൾ അടിയിലുള്ളത് മുകളിൽ വെച്ച് ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യണം. അതാണ് അതിന്റെ ഒരു രീതി. ഇങ്ങനെ ചെയ്യും. ഇനി പഞ്ചസാര ഇടാ. മതിയെന്ന് തോന്നുന്നു. പഞ്ചസാര ഓവറായാലും കുഴപ്പമില്ല.
ഇത് കാണുമ്പോഴേ കുടിക്കാൻ തോന്നുന്നു ഗൈസ്, നല്ലവണ്ണം അന്നും തോന്നുന്നു. പക്ഷെ ഞങ്ങൾ ഉച്ചയ്ക്കായിരുന്നു പ്ലാൻ ചെയ്തത്. ഉച്ചയ്ക്ക് വെയിലത്ത് കുടിക്കുമ്പോ ഒരു സുഖം കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പഞ്ചസാര പോരാ, ഇനി ഒരു സാധനം കൂടെ ഉണ്ട്. എന്റേത് വരടില്ല, പിള്ളേരെ ഓടി. എന്റേത് വരടില്ല. എന്റെ മോനെ കിട്ടില്ല. നല്ല രുചിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് സോറുതാ മുഖ്യം. ആദ്യം നമുക്ക് ഇളക്കാം. ഈ ആഴ്ച ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ പറഞ്ഞ എല്ലാവർക്കും കിട്ടും, അപ്പൊ എല്ലാരും വരും. ഞങ്ങളുടെ എല്ലാ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ അഡ്രസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാരും വാ, വരുന്നവർക്ക് കിട്ടില്ല സർബത്ത് റെഡി. ടേസ്റ്റ് കൂടി, ടേസ്റ്റ് കൂടി, ടേസ്റ്റ് കൂടി. അപ്പൊ നമ്മൾ അടുത്തതായി ഇടാൻ പോകുന്നത് ഐസാണ് ഗൈസ്. തണുപ്പുണ്ടല്ലേ ഐസ്, നല്ല അപ്പൊ നമ്മുടെ ജ്യൂസ് ഇന്ന് ചില്ലെന്നിരിക്കും. ഇളക്കിയ നല്ലോണം ഇളഞ്ഞ ഇളക്കാം, നല്ലോണം ഇളക്കിയാലേ ഐസ് എല്ലാ സ്ഥലത്തും വരത്തുള്ളൂ. എന്തോ നല്ല തണുപ്പുണ്ട്. നമുക്ക് അതും ടേസ്റ്റ് നോക്കാം. തണുപ്പൊന്നും നമുക്ക് നോക്കണ്ടേ? കുടിച്ചോ. തണുപ്പുണ്ട്, നല്ല തണുപ്പല്ലേ. കൂടുതൽ കുടിച്ചാൽ പനി വരും. നല്ലോണം തണുത്തു. എല്ലാം നല്ല ചില്ലായി ഞങ്ങൾ കൂളാക്കി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാവർക്കും കൊടുക്കണം. എല്ലാവർക്കും കൊടുത്ത അവരുടെ റിയാക്ഷൻ എന്തെന്ന് അറിയാം. ഞങ്ങൾ ഉണ്ടാക്കിയല്ലേ, കൊള്ളാന്ന് ചോദിക്കണ്ടേ? അത് വലിയ നിറയെ പേർക്ക് കുടിക്കാൻ കണക്കായിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. ബൾക്കായിട്ട് ഞങ്ങൾ ഉണ്ടാക്കി. അത് ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ഫസ്റ്റ് ഗ്ലാസ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി ഞങ്ങളുടെ അമ്മയ്ക്ക് കൊടുക്കാൻ പോകുന്ന ആ ഫസ്റ്റത്തെ സാധനം. എല്ലാരും ഞങ്ങൾ ഉണ്ടാക്കിയ ജ്യൂസ് വാട്ടർമെലൺ ഷേക്ക്. എങ്ങനെയുണ്ട്? അത് മതി guys, ഞങ്ങൾക്ക് ആ എക്സ്പ്രഷൻ മതി. എങ്ങനെയുണ്ട്? കൊള്ളാം, നന്നായിരിക്കും. നല്ല ഭാവമായിട്ടുണ്ട്. കൊള്ളാമാ? എന്ത് സുഖമല്ലേ തണുത്തിരിക്കും കുടിക്കാൻ. എടാ അങ്ങനെ കുടിക്കാനല്ല, ഇതെന്തായാലും സക്സസ്ഫുൾ ആയ സ്ഥിതിക്ക് ഞങ്ങൾ ഇനി ഫുള്ള് കുക്കിംഗ് വീഡിയോക്ക് ഞങ്ങൾ ഇറങ്ങുന്നു. ഞങ്ങൾ ഇനി ബിരിയാണി, മന്തി ഞങ്ങൾ ഉണ്ടാക്കി തരാം. 2 ദിവസത്തിനകത്ത് സ്റ്റുഡിയോയിൽ പറഞ്ഞ എല്ലാവർക്കും ഈ സാധനം കിട്ടുന്നതായിരിക്കും. പക്ഷെ ഈ വീഡിയോ ഇറങ്ങിയതിനു ശേഷം നിങ്ങൾ ആരും വരരുത്, കാരണം ഇത് വരുമ്പോഴത്തേക്ക് ഒരാഴ്ച കഴിയും. അത് സത്യമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു? വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.